വെൽക്കം ടു പെപ്പർ ടേബിൾ. ഇന്ന് നമുക്ക് ഗ്രീൻ ആപ്പിൾ അച്ചാർ ഇട്ടാലോ. ഒരു 6 ഗ്രീൻ ആപ്പിള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ദേ ഇങ്ങനെ കളർ ചേഞ്ച് വരും. അത് നിങ്ങൾക്കറിയാവോ എന്താണെന്ന്? എനിക്ക് തോന്നുന്നു അതിൽ അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടിരിക്കണേ എന്തുകൊണ്ടാണ് ഈ ആപ്പിളിന്റെ കളർ ചേഞ്ച് വരുന്നതെന്നേ. ഒരു പാൻ ചൂടായി വന്നപ്പോഴേക്കും നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ കായത്തിൻ്റെ കട്ടയിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവായും 1/2 ടീസ്പൂൺ കടുവും കൂടി ഇട്ട് നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോവേ. അപ്പോൾ ഈ മുളക് പൊടിയെല്ലാം നല്ലപോലെ പച്ചമണം മാറുന്നതിനും വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലെണ്ണ ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്, നല്ലെണ്ണ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുന്നതിനും വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ കരിവേപ്പില ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുമ്പോൾ കരിവേപ്പില ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കരിവേപ്പില ഓൾറെഡി ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്തത്. അപ്പോൾ നാട്ടിൽ നിന്ന് കരിവേപ്പില ഡ്രൈ ആയിട്ട് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സമയത്തൊക്കെ നമ്മുടെ ആപ്പിൾ വെന്ത് പോകരുത്, അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ കായത്തിൻ്റെ കട്ട നമ്മൾ വറുത്തെടുത്തില്ലേ ആദ്യം, അത് പൊടിച്ച് നല്ലപോലെ ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ കട്ട നമ്മൾ ആദ്യം ചൂടാക്കി എടുത്തത് നല്ലപോലെ പൊടിയാൻ വേണ്ടിയായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കായത്തിൻ്റെ കട്ട നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടില്ല, നല്ലപോലെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് ആറി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തേരെയാണ് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് നമുക്ക് വിനാഗിരി ഇടാം കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇത് നമ്മൾ ഇളക്കിയിട്ട് ആറാൻ വെക്കണം. ആറിയതിന് ശേഷം നമ്മളൊരു ഡ്രൈ ബോട്ടിലേക്ക് ഇത് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്പിൾ അച്ചാർ എത്ര നാൾ വേണമെങ്കിലും ഇത് ഇരുന്നോളും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഷോർട്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ആ കേക്കിൻ്റെയൊക്കെ ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്പി ഇടാവേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഏതാ സമയങ്ങളിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു ഫോർ വാച്ചിങ്.